എനിക്ക് ചെൽസി ഫാൻസിനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ഓൾഡ് ട്രാഫോർഡിൽ വലിയൊരു അപശകുനത്തെയും തോളിലേറ്റിക്കൊണ്ടാണ് വന്നത്. ആൻഡ് ഹിസ് നെയിം ഈസ് അലഹന്ദ്രോ ഗർണാച്ചോ. അവൻ കാരണമാണ് നിങ്ങൾക്ക് ആ ഒരു 5 മിനിറ്റിനുള്ള ആ ഒരു റെഡ് കാർഡൊക്കെ കിട്ടാനുള്ള മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഒരു അപശകുനം, ചെൽസിയുടെ അപശകുനമായ അലഹന്ദ്രോ ഗർണാച്ചോ ആണ്. അപ്പം അലഹന്ദ്രോ ഗർണാച്ചോയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ചോര തിളക്കിയായിരുന്നു. ആ ഒരു പിച്ചിലോട്ട് വന്ന് യുണൈറ്റഡിനെതിരെ മത്സരിക്കുക, യുണൈറ്റഡിനെതിരെ സ്കോർ ചെയ്യാനൊക്കെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കും തോന്നി സെക്കൻഡ് ഹാഫിൽ മെറസ്ക ഇവനെ കൊണ്ടുവരും എന്ന് തോന്നി. പക്ഷേ ഈ ഒരു അലഹന്ദ്രയുടെ ഡീലിൽ യുണൈറ്റഡിന് ഓഫർ ചെയ്ത ടൈലർ ജോർജിനെ വരെ മെറസ്ക കളത്തിലിറക്കി. പക്ഷേ എന്നാലും അലഹന്ദ്രോ ഗർണാച്ചോയെ കളിക്കാൻ അനുവദിച്ചില്ല. അവൻ്റെ വിധി. അത് കൂടാതെ നമ്മൾ മാച്ചൊക്കെ കഴിഞ്ഞ് ചെൽസി തോറ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് അലഹാന്ദ്രോ ഗർണാച്ചോ പിച്ചിൽ നിന്ന് പയ്യെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ സ്ട്രെറ്റ്ഫോർഡ് എൻഡിൻ്റെ മുന്നിൽ കൂടാണ് ഇവൻ പയ്യെ നടന്ന് പുറത്തോട്ട് പോകുന്നത്. ആ സമയത്ത് യുണൈറ്റഡ് ഫാൻസ് സ്ട്രെറ്റ്ഫോർഡ് എൻഡിൽ നിന്നുകൊണ്ട് ഇവനെ നല്ല രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പാട്ടുകളൊക്കെ അവൻ എന്നെന്നും ഓർക്കും. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ചെൽസിയുടെ കൂട്ടത്തിൽ യുണൈറ്റഡിൽ അല്ലെങ്കിൽ ഓൾഡ് ട്രാഫോർഡിൽ വിസിറ്റ് ചെയ്ത ഈ ഒരു ദിവസം, അല്ലെങ്കിൽ അവൻ്റെ ആദ്യത്തെ വിസിറ്റ്, ചെൽസി ഷർട്ടിലുള്ള അവൻ്റെ ആദ്യത്തെ വിസിറ്റ് അവൻ എന്നും ഓർക്കും. അതിനുള്ള മരുന്നൊക്കെ യുണൈറ്റഡ് ഫാൻസും യുണൈറ്റഡും ഒക്കെ അവന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ ആ ഒരു റെഡ് കാർഡ് കണ്ട് അവരുടെ ഗോൾ കീപ്പർ പോയല്ലോ. അപ്പോൾ യുണൈറ്റഡിന് ആ ഒരു എക്സ്ട്രാ ഒരു പ്ലെയറിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അവർ 10 മാൻ ആയി, നമ്മൾ 11 പേരുമായിട്ട് നമ്മൾ കളിക്കുന്നു. ആ ഒരു എക്സ്ട്രാ മാൻ്റെ അഡ്വാൻറ്റേജ് അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മൾ 2 ഗോളുകൾ 37 മിനിറ്റിനുള്ളിൽ നമ്മൾ സ്കോർ ചെയ്തു. അന്നപ്പോഴാണ് നമ്മുടെ യുണൈറ്റഡ് പ്ലെയേഴ്സിന് തോന്നിയത് ഈ രീതിയിൽ നമ്മൾ ഗെയിം ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു ത്രില്ലില്ലല്ലോ. അപ്പം നാളെ ഇവൻ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും, എടാ 10 പേരുമായിട്ട് കളിച്ച് ഞങ്ങൾക്കെതിരെ അല്ലേടാ നീ ജയിച്ചത്, അപ്പം അത് വേണ്ട, എന്നാൽ പിന്നെ ഞാൻ കസവീരോ തീരുമാനിച്ച് എന്നാൽ പിന്നെ ആ ഒരു റെഡ് കാർഡ് മേടിച്ച് പുറത്ത് പോയേക്കാം. ഇപ്പം എല്ലാം ഒരേപോലെ ആയാലും, ഇപ്പം എല്ലാം ഈക്വൽ ആയാലും, ഇനി അടിക്കടാ. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് മുഴുവൻ ഒരു അവസരം ചെൽസിക്ക് കൊടുത്തു. 10 മാൻ ഞങ്ങളും ഡൗൺ, നിങ്ങളും 10 മാൻ ഡൗൺ, അടിക്കടാ ഗോൾ. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും സെക്കൻഡ് ഹാഫിൽ 80ാമത്തെ മിനിറ്റിലാണ് ചെൽസി ഗോൾ അടിക്കുന്നത്. ആ ഗോള് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ചിരിയൊന്നും എൻ്റെ മുഖത്തും നിങ്ങളുടെ മുഖത്തും ഒന്നും കാണത്തില്ലായിരുന്നു. അപ്പം എന്താണേലും സെക്കൻഡ് ഹാഫ് ശരിക്കും യുണൈറ്റഡ് മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്ത് ഗെയിം സീ ത്രൂ ചെയ്തു, അല്ലെങ്കിൽ ഗെയിം മാനേജ് ചെയ്തു. പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഗെയിം മാനേജ് ചെയ്യുക. മുന്നിലെത്തിയെന്ന് പറഞ്ഞാലും ഗെയിം മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മാച്ചിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു എക്സ്ട്രാ മാൻ അഡ്വാൻറ്റേജ് നമ്മളുണ്ടായിരുന്ന സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസിനെ ആ ഒരു എക്സ്ട്രാ ഒരു 1 പ്ലെയറിൻ്റെ അഡ്വാൻറ്റേജ് പ്രമാണിച്ച് ബ്രൂണോ ഫെർണാണ്ടസിനെ മുന്നോട്ട് പുഷ് ചെയ്തു. അപ്പോൾ ആ ഒരു അറ്റാക്കിൽ മുന്നിലോട്ട് ബ്രൂണോ ഫെർണാണ്ടസ് പുഷ് ആയപ്പോഴത്തേനുമാണ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഗെയിം നമ്മൾ നല്ല രീതിയിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ മാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് 6 ക്രോസസ് അറ്റംപ്റ്റ് ചെയ്തു, 6 പ്രാവശ്യം പൊസഷൻ വിൻ ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് 3 2 ഓൺ ടാർഗറ്റ്, 2 ടാക്കിൾസ്, 1 ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 1 ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിന് വേണ്ടി എല്ലാ മത്സരങ്ങളിലുമായിട്ട് 100ാമത്തെ ഗോള് അല്ലെങ്കിൽ 100 ഗോളുകൾ സ്കോർ ചെയ്ത് ആ ഒരു 100ാമത്തെ ഗോൾ ഇന്നത്തെ മാച്ചിൽ ബ്രൂണോ ഫെർണാണ്ടസ് അടിച്ചു. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഈ ഒരു ശരിക്കും ഫൈനൽ തേർഡിലാണ് ഈ ഒരു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു യുണൈറ്റഡിലുള്ള പ്ലെയേഴ്സിനെയൊക്കെ നോക്കിയാൽ, അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെയൊക്കെ നോക്കിയാൽ ഏറ്റവും നന്നായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഇപ്പോൾ ചില മത്സരങ്ങളിൽ അവൻ മോശമാണ്. അപ്പോൾ അങ്ങനെ മോശമായി കാണുന്ന മത്സരങ്ങളിൽ അവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം അമോറിം കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അവൻ നന്നായിട്ട് കളിച്ച് ആ ഒരു ഫൈനൽ തേർഡിലോട്ട് അവൻ പുഷായി. അവൻ ആ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടിയുടെ ആ ഒരു ഭാരം ഇല്ല. അതുകൊണ്ട് തന്നെ അവനൊരു ഫ്രീഡം ഉണ്ട്, അറ്റാക്കിന് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അത് ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഉള്ളിലെ ആ ഒരു ആ ഒരു അറ്റാക്കിംഗ് പുലിയെ എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ തുറന്ന് കാണിക്കാനായിട്ട് സാധിച്ചു. ശരിക്കും നല്ല രീതിയിൽ ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ബ്രൂണോ ഫെർണാണ്ടസിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഡിഫെൻസീവിലുള്ള ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഡ്യൂട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ
ബ്രൂണോ ഫെർണാണ്ടസ് അറ്റാക്കിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നതിനനുസരിച്ച് മിഡ്ഫീൽഡിൽ മുന്നോട്ട് വന്ന് ഡിലിറ്റ് ആ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് വേക്കൻ്റായിട്ട് ഇട്ടിരുന്ന ആ ഒരു പൊസിഷൻ ഡിഫെൻസീവ്ലി കവർ ചെയ്യാൻ ഡിലിറ്റ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മസറാവി ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു ബ്രൂണോയ്ക്ക് ഡിഫെൻസീവ്ലി കവർ ഈ രണ്ട് പ്ലെയേഴ്സ് കൊടുത്ത് ബ്രൂണോയ്ക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തു. ഇത് ബ്രൂണോയുടെ ഗെയിമിനെ കുറേയും കൂടെ എന്നാ പറയുന്നത് നല്ല രീതിയിൽ ബ്രൂണോയ്ക്ക് കളിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം എന്താണെങ്കിലും അമോറിം നോട്ടീസ് ചെയ്യണം. ഈ ഒരു പ്ലെയറിനെ വെറുതെ ഹോൾഡ് ബാക്ക് ചെയ്ത് നമ്പർ 8 റോളിൽ കളിപ്പിക്കാതെ ബ്രൂണോയ്ക്ക് ഫ്രീഡം കൊടുക്കുക, മുന്നോട്ട് പുഷ് ചെയ്യുക, ഫൈനൽ തേർഡിലോട്ട് ഇവൻ പോട്ടെ. അപ്പോൾ ആ ഒരു ഫൈനൽ തേർഡിൽ നോക്കിയാൽ കറക്റ്റ് സമയത്ത് പാസസ് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പല പ്ലെയേഴ്സ്, ഇപ്പം ഡോർഗു ആയാലും അമാദാണേലും എംബിമോ ഒക്കെ ആണെങ്കിലും കറക്റ്റ് സമയത്ത് പാസസ് റിലീസ് ചെയ്യാനുള്ളൊരു മടി ഇവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഫൈനൽ തേർഡിൽ പൊസിഷൻ അല്ലെങ്കിൽ പാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബോൾ പെട്ടെന്ന് കറക്റ്റ് പ്ലെയറിന് കൊടുക്കുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ചാൻസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവരൊക്കെ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ അവരുടെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സമയം എക്സ്ട്രാ ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രൂണോ ഫെർണാണ്ടസ് വരുമ്പോഴത്തേനും ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിംഗ് ഫൈനൽ തേർഡിൽ അത് എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അത് യുണൈറ്റഡിനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഗോളുകൾ സ്കോർ ചെയ്യാനും ഈ പ്ലെയറിനുള്ള കഴിവ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ബ്രൂണോ ഫെർണാണ്ടസിനെ മുന്നോട്ട് പുഷ് ചെയ്യുക, അവന് കവറപ്പായിട്ട് ഈ രീതിയിൽ ടാക്റ്റിക്കലായിട്ട് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. അടുത്ത മാച്ചിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അമാദിനെ എടുത്ത് ടീമിൽ നിന്ന് പുറത്ത് കളയണം. അമാദിനെ ലെഫ്റ്റ് സൈഡിൽ കളിച്ചാലും റൈറ്റ് സൈഡിൽ കളിച്ചാലും അവൻ ഫൈനൽ തേർഡിൽ വരുമ്പോഴത്തേനും മോശമാണ്. ഈ റൈറ്റ് വിങ്ങിൽ കളിക്കുമ്പോഴത്തേനും അമാദ് കുറേയും കൂടെ ഫൈനൽ തേർഡിൽ ഇൻവോൾവ് ആകുന്നുണ്ട്, പക്ഷേ ഡിസിഷൻ മേക്കിംഗ് മോശം. ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ അവൻ അമ്പേ പരാജയമാണ്. ആ ഒരു ലെഫ്റ്റ് സൈഡ് ഇൻറ്റീരിയറായിട്ട് അവനെ എന്ത് ചെയ്താലും കളിപ്പിക്കരുത്. അപ്പോൾ അത് അമോറിമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റായിട്ട് തന്നെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പം അടുത്ത മാച്ചൊക്കെ ആകുമ്പോഴത്തേനും എന്താണെങ്കിലും നമ്മുടെ മൗണ്ടും കുണിയാൻ ഫിറ്റാണ്. അപ്പോൾ അടുത്ത മാച്ച് ആകുമ്പോഴത്തേനും എന്താണെങ്കിലും അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ പരീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുണിയ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റൈറ്റ് സൈഡഡ് ഹാഫ് സ്പേസിൽ ബ്രൂണോ അറ്റാക്കിൽ ഇൻവോൾവ് അല്ലെങ്കിൽ വിത്ത് പൊസിഷനിൽ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ റൈറ്റ് സൈഡഡ് ഹാഫ് സ്പേസ് അത് ബ്രൂണോ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എംബിമോ കുറച്ച് വൈഡറായിട്ട് റൈറ്റ് വിങ്ങിൽ നിൽക്കട്ടെ. റൈറ്റ് ബാക്കായിട്ട് മസ്റാവി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം മസ്റാവി അറ്റാക്കിൽ നമുക്ക് ക്രോസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഫൈനൽ തേർഡിലുള്ള ആ ഒരു ഓവർലാപ്പിംഗ് അണ്ടർലാപ്പിംഗ് റൺസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ അമ്പേ പരാജയമാണ്. അല്ലെങ്കിൽ അത് അവൻ്റെ വീക്ക്നെസ് ആണത്. അത് എങ്ങനെയും ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എഫക്റ്റീവായിട്ടുള്ള പ്ലെയേഴ്സിൽ കറക്റ്റ് പ്ലെയേഴ്സിനെ കറക്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്യണം. അവരവരുടെ പൊസിഷനിൽ അവരവർ മാക്സിമം എഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റാവിയെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വിത്ത് ദ ബോൾ നമ്മൾ നോക്കിയാൽ ഏകദേശം 3-2-5 എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലോട്ട് മാറണം. അപ്പോൾ 3-2-5 എന്ന് പറയുന്ന ഫോർമേഷൻ ആകുമ്പോഴത്തേനും ബാക്ക് 3 നമ്മൾ ഫോം ചെയ്യും. ബാക്ക് 3യുടെ ഭാഗമായിട്ട് എയ്തർ ഡിലിറ്റ് അല്ലെങ്കിൽ മസ്റാവി ബാക്ക് 3യുടെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഡിലിറ്റ് അല്ലെങ്കിൽ മസറാവിയിൽ ആരെങ്കിലും ഒരാൾ മിഡ്ഫീൽഡിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. വിത്ത് ദ പൊസിഷൻ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ബ്രൂണോ മുന്നോട്ട് പുഷ് ചെയ്ത് അറ്റാക്കിലോട്ട് പുഷ് ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് എത്തുന്ന സമയങ്ങളിൽ ഈ മസ്റാവി അല്ലെങ്കിൽ ഡിലിറ്റ് മിഡ്ഫീൽഡിലോട്ട് പോകണം. അപ്പോൾ ഈ രീതിയിൽ ഡിഫെൻസീവ്ലി കവർ ബ്രൂണോയ്ക്ക് കൊടുത്ത് ബ്രൂണോയെ കൂടുതൽ അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ വിങ് ബാക്കായിട്ട് കളിക്കുന്ന ഡോർഗു ഒട്ടും എഫക്റ്റീവ് അല്ല. എഫക്റ്റീവ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് വൈസാണ് ഞാൻ പറയുന്നത്. അറ്റാക്കിംഗ് വൈസ് ഡോർഗു ക്രോസ് ഒന്നും മര്യാദയ്ക്ക് കൊടുക്കാൻ ഡോർഗുവിന് പറ്റുന്നില്ല. ഡോർഗുവിനെ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല. കാരണം ഡോർഗു എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും ഒരു പ്രൊജക്റ്റ് പ്ലെയറാണ്. അവൻ ഇവിടെ വന്ന് പെട്ടെന്ന് അവൻ സ്റ്റാറായി മാറണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ തെറ്റാണ്. അവൻ ശരിക്കും ഒരു പ്രോപ്പർ ഒരു പ്രൂവൺ പ്ലെയറിന് അണ്ടർ സ്റ്റഡി ആയിട്ട് ഇവിടെ നിന്ന് പയ്യെ ഡെവലപ്പ് ആകേണ്ട പ്ലെയറാണ്. ഒരു ടീമും ഇങ്ങനെ പെട്ടെന്ന് വലിയ ടീമുകളൊന്നും പെട്ടെന്ന് ഇങ്ങനത്തെ ഡോർഗു പോണത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവൻ ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് കാണുകയാണെങ്കിൽ അവൻ്റെ മുകളിൽ നിന്നുള്ള പ്രഷർ പയ്യെ കുറച്ച് അവനെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്ത് പയ്യെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ മിക്ക ടീമുകളും നടത്തും. അത് യുണൈറ്റഡ് നടത്തണം. അടുത്ത മാച്ചിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡായിട്ട് സെൻറ്റർ ബാക്കായിട്ട് യോറോ കളിക്കുക. ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ലെങ്കിൽ യോറോ ആ ഒരു ലെഫ്റ്റ് സൈഡഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുക. എന്നിട്ട് ലൂക്ക് ഷോയോട് പറയാം, ലൂക്ക് ഷോ ഡിഫെൻസീവ്ലി മോശമാണ്, അതുകൊണ്ട് ലൂക്ക് ഷോയോട് പറയാം നീ വിങ് ബാക്കായിട്ട് കളിക്കാൻ മുന്നോട്ട് പോവുക. ആ ഒരു അണ്ടർലാപ്പിംഗ് ഓവർലാപ്പിംഗ് റൺസ് ലൂക്ക് ഷോ മേക്ക് ചെയ്യും, ക്രോസസ് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ ലൂക്ക് ഷോ എഫക്റ്റീവാണ്. ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ, ഈ 2 പരീക്ഷണങ്ങളാണ് ഞാൻ അമോറിമിൽ നിന്ന് അടുത്ത മാച്ചിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിയിലുള്ള ചെറിയ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്
അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് യുണൈറ്റഡിന് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താം. ഈ രീതിയിലുള്ള ചേഞ്ചസ് ഞാൻ അമോറിമിൻ്റെ ഭാഗത്തു നിന്ന് അടുത്ത മാച്ചിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെസ്കോയുടെ കാര്യം നോക്കിയാലും സെസ്കോയും ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്റ്റാർട്ടർ ആകേണ്ട പ്ലെയർ അല്ല. യുണൈറ്റഡ് പോണക്കത്ത് ഇത്രയും പ്രഷർ കളിക്കുന്ന ഈ ഒരു ടീമിൽ പ്രീമിയർ ലീഗിൽ പെട്ടെന്ന് ബുണ്ടസ്ലീഗയിൽ ഇവിടെ വന്ന് സ്റ്റാർട്ടറായി കണ്ടിന്യൂസ് മാച്ചസിൽ സ്റ്റാർട്ട് ചെയ്ത് ഗോളുകൾ സ്കോർ ചെയ്യണമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന യുണൈറ്റഡ് ടീമിൽ വന്നിട്ട് ഗോൾ സ്കോർ ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിക്കും അത്ര നല്ല കാര്യമല്ല. ഇവിടെ നല്ലൊരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു പ്രൂവൺ സ്ട്രൈക്കർ വേണമായിരുന്നു. ഒരു ഒലേ വാട്കിൻസ് ഒക്കെ പോകണക്കത്തെ ഒരു ലുക്കപ്പ് ടു ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രൈക്കർ, അതിൻ്റെ അണ്ടർ സ്റ്റഡി ആയിട്ട് പയ്യെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് സെസ്കോ. അതുകൊണ്ട് തന്നെ സെസ്കോയും നമ്മുടെ യുണൈറ്റഡിൻ്റെ യുണൈറ്റഡിൽ പ്രീമിയർ ലീഗിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പേസുമായിട്ട് അഡ്ജസ്റ്റ് ആകാനും ഇവിടെ അഡാപ്റ്റ് ആകാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റേതായ സമയം കൊടുക്കണം സെസ്കോയ്ക്ക്. സെസ്കോ പയ്യെ ഡെവലപ്പാകും. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കറും യുണൈറ്റഡിൽ വേണ്ടതാണ്. അത് ശരിക്കും ഈ ഒരു സമയത്ത് ഇവിടെ ഇല്ല എന്നുള്ളതും വലിയൊരു നമ്മുടെ ഈ റിക്രൂട്ടിംഗ് ടീമിൻ്റെ ഒക്കെ ഒരു കഴിവുകേടായിട്ട് തന്നെയാണ് ഞാൻ അത് കാണുന്നത്. പിന്നെ നമ്മൾ ശരിക്കും ഇന്നത്തെ മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ മാച്ചിൽ പല യുണൈറ്റഡ് ഫാൻസിനും ഇന്നത്തെ മാച്ച് യുണൈറ്റഡ് തോക്കണം, എന്നിട്ട് അമോറിം കുറേയും കൂടെ പ്രഷറിലേക്ക് പോകണം. ഇത് കഴിഞ്ഞ് നിങ്ങൾ വരുന്ന 2 മാച്ച് നോക്കിക്കോ. സണ്ടർലൻഡുമായിട്ട് ഹോമിൽ, ബ്രെൻഫോർഡുമായിട്ട് എവേ മത്സരം. ബ്രെൻഫോർഡുമായിട്ടുള്ള മാച്ച് ആദ്യം, ബ്രെൻഫോർഡ് എവേ ആദ്യം, അത് കഴിഞ്ഞ് സണ്ടർലൻഡ് ഹോം, അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 2 മാച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ, ഒരു തോൽവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചും ചെൽസിയുടെ മാച്ചും തോറ്റ് ഈ 2 മാച്ചിൽ ഒരു തോൽവി, ഒരു സമനില, ഈ രീതിയിലോട്ട് കാര്യം പോയിരുന്നെങ്കിൽ അമോറിമിനെ പെട്ടിയും എടുത്ത് പോകാമായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ച് യുണൈറ്റഡ് ഇന്നത്തെ മാച്ചിൽ തോക്കണമെന്ന് ആഗ്രഹിച്ച പലർക്കും ഇന്നത്തെ മാച്ച് കണ്ട് യുണൈറ്റഡ് ജയിക്കുന്നത് കണ്ടിട്ട് അത്ര സുഖിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഈ നമ്മുടെ ക്ലബ്ബിൽ ഈ മാനേജറിനെ സാക്ക് ചെയ്ത് ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് ഞാൻ എന്ത് സഹിക്കും, ഏതറ്റം വരെയും പോയി യുണൈറ്റഡ് തൊലഞ്ഞാലും നമ്മൾ മാനേജറിനെ സപ്പോർട്ട് ചെയ്യും എന്നല്ല പറയുന്നത്. നമ്മൾ മാക്സിമം ഒരു ഫെയർ ചാൻസ് റൂബൻ അമോറിമിന് കിട്ടണം. പല മാച്ചസും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലെയേഴ്സ് എന്തുമാത്രം മോശമാണ്, പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്സ് കാരണം മാനേജർ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നമ്മൾ റൂബൻ അമോറിമിനെ സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള ഒരു എക്സ്ട്രാ ലക്ക് പ്ലെയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്നും അറിയാമല്ലോ. റെഡ് കാർഡ് കിട്ടിയതൊന്നും അമോറിമിൻ്റെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബാഡ് ലക്ക് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗുഡ് ലക്ക് അമോറിമിന്, ആ ഒരു ലക്ക് ഫാക്ടർ അമോറിമിന് വേണം. പിടിച്ച് നിൽക്കാനും അമോറിമിനെ പ്രൂവ് ചെയ്യാനും ലക്ക് ഫാക്ടർ വേണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അമോറിം പ്രൂവ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഒരു ഫെയർ ചാൻസ് കിട്ടിയിട്ട് അമോറിമിനെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അമോറിം ഔട്ട് ഞാനും വിളിക്കാൻ തയ്യാറാണ്. പക്ഷേ ഫെയർ ചാൻസ് കിട്ടട്ടെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അമോറിം ഇന്ന് മാച്ചൊക്കെ കഴിഞ്ഞ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യുണൈറ്റഡിൻ്റെ ക്രൗഡ് അല്ലെങ്കിൽ ആ ഒരു മാച്ച് കമ്മിങ് ഫാൻസിനെയൊക്കെ പ്രീതിപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അവർക്ക് നമ്മൾ ആസ് എ ടീം, ആസ് എ യൂണിറ്റ് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കാണണം. ആ ഒരു ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്, ടാക്കിൾസ് മേക്ക് ചെയ്യുന്നത്, ഇത്രയും കണ്ടാൽ മതി. ആ ഒരു 100% എഫേർട്ട് ഓൺ ദ പിച്ച് കൊടുക്കുന്നത് കണ്ടാൽ മതി. എല്ലാ മാച്ചും ജയിക്കുന്നതിലുപരി അപ്പോൾ ഈ രീതിയിൽ എഫേർട്ട് ഇട്ട് കാണിച്ചാൽ മാത്രം മതി ഈ ഒരു ക്രൗഡിനെ പ്ലീസ് ചെയ്യാൻ. അത്രയും എളുപ്പമാണെന്ന് അമോറിം പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണേലും അങ്ങനെ പ്ലീസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മാച്ചെല്ലാം ഇത് എഫേർട്ട് ഇട്ടിട്ട് തോക്കണം എന്നല്ല പറയുന്നത്. ഈ രീതിയിൽ എഫേർട്ട് ഇടുമ്പോൾ എന്താണേലും ചില മാച്ചസ് എന്താണേലും തോക്കും, പക്ഷേ കൂടുതൽ മാച്ചസ് നമ്മൾ ജയിക്കും. ആ ഒരു ഷട്ടിന് വേണ്ടി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്താൽ ജയിക്കും. നമ്മൾ തിരിച്ചു വരും. നമ്മുടെ ക്ലബ്ബിലെ ഈ ഒരു നെഗറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം മാറും. നമ്മൾ പയ്യെ റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ ഒരു പ്രോപ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റൈൽ ഓഫ് ഫുട്ബോളൊക്കെ കളിച്ച് നല്ല ക്വാളിറ്റി പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ എന്നാ പറയുന്നത് നമുക്ക് വേണ്ടാത്ത പ്ലെയേഴ്സിനെ പയ്യെ അവോയ്ഡ് ചെയ്ത് നമുക്ക് വേണ്ട ആ ഒരു ലെവലിലോട്ട് എത്താൻ നമ്മളെ സഹായിക്കേണ്ട ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിനെ പയ്യെ നമ്മളിവിടെ കൊണ്ടുവന്ന് അല്ലാത്ത പ്ലെയേഴ്സിനെ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് പയ്യെ നമ്മുടെ ക്ലബിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കും. ഈ റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ സഹായിക്കും. നമുക്ക് പറ്റും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും ഒക്കെ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചന്നമിനം കമൻസായിട്ട് ഇടുക.